ഈ വെളിപ്പെടുത്തലുകളുടെ സമയമാണ് കേരളത്തിൽ. ജോൺ ബ്രിട്ടാസ് പറയുന്നു, ജോൺ മുണ്ടക്കയം പറയുന്നു, ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. സോളാർ സമരം ഇടതുപക്ഷവും വലതുപക്ഷവും UDFും LDFും ചേർന്ന് ഒത്തുതീർത്തു. ഇതാർക്കും അറിഞ്ഞുകൂടാത്തത്? എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ഒത്തുതീർപ്പിൻ്റെ ഡീൽ? ഇത് മാത്രം ഒരാരും പറയുന്നില്ല. ഒത്തുതീർപ്പിൻ്റെ ഡീൽ എല്ലാവർക്കും അറിയാം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ യഥാർത്ഥ പ്രതികളെ, അതിന് ആ കൊലയ്ക്ക് ആഹ്വാനം ചെയ്തവരെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ, 2012 മെയ് 4 TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നത്. സോളാർ സമരം നടന്നത് 2013 ഓഗസ്റ്റ് 12. ഇതിനിടയ്ക്ക് ചന്ദ്രശേഖരൻ്റെ കൊലപാതകം കഴിഞ്ഞ് കണ്ണൂർ IG ആയിരുന്ന അനൂപ് കുരുവിള ജോണിൻ്റെ നേതൃത്വത്തിൽ വളരെ സമർത്ഥമായ അന്വേഷണം നടന്നു. പ്രതികളെ പിടിച്ചു. 2012 അതെ 2012 ജൂലൈ 14 മുടക്കൊഴി മലയിൽ ഒളിവിലിരുന്ന കൊടിസുനി അടക്കമുള്ളവരെ പിടിച്ചു. അങ്ങനെ അന്വേഷണം നീണ്ടുപോയി. CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P മോഹനിൽ വരെ എത്തി. അന്വേഷണം അവിടെ നിന്നു. അനൂപ് കുരുവിള ജോൺ എന്ന് പറയുന്ന IG, തീവ്രവാദ പരിശീലനത്തിന് അടക്കം ട്രെയിനിങ് കിട്ടിയ കേരള പോലീസിലെ ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥൻ തെറിച്ചിട്ട് എങ്ങോട്ട് പോയി? അദ്ദേഹത്തിനെ മാറ്റിയത് ട്രാഫിക്കിലേക്കാണ്. വല്ലാതെ നിരാശനായി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സഹായത്തിന് വന്നത് മോദിയാണ്. മോദി അദ്ദേഹത്തിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിലേക്ക് ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോയി. ഇതാണ് യഥാർത്ഥത്തിൽ നടന്ന ഡീൽ. അതായത് P മോഹനനിൽ വരെ എത്തി അന്വേഷണം അവസാനിച്ചു. അതിനു മുകളിൽ P മോഹനനോട് നിർദ്ദേശം കൊടുത്ത് TP ചന്ദ്രശേഖരനെ കൊല്ലിച്ചതാരാണ്? 2 ജില്ലാ കമ്മിറ്റികൾ CPMന് ഉൾപ്പെട്ട കേസാണ്. അങ്ങനത്തെ ഒരു കേസ് 2 ജില്ലാ കമ്മിറ്റികൾ കോർഡിനേറ്റ് ചെയ്തൊരു കൊലപാതകം നടത്തുന്നുണ്ടെങ്കിൽ ജില്ലാ കമ്മിറ്റിയുടെ മുകളിലുള്ള കമ്മിറ്റിയെ സംസ്ഥാന കമ്മിറ്റി അറിയണം. സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ നിർദ്ദേശമില്ലാതെ ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം നടക്കില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് സോളാർ സമരം വീണ് കിട്ടുന്നതും തിരുവനന്തപുരത്ത് 2 ദിവസം നീണ്ടു നിൽക്കുന്ന അനിശ്ചിതകാല സമരം നടക്കുന്നതും. ഇപ്പോൾ ചില നേതാക്കന്മാർ പറയുന്നത് സമരത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് പ്രകൃതിയുടെ വിളി, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്പർ 2 പോകാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് സമരം തീർത്തു എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചെറിയാൻ ഫിലിപ്പ് അടക്കമുള്ളവർ പറഞ്ഞ കൂട്ടത്തിൽ കഥകൾ വരുന്നുണ്ട്. മാണിയെ മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു ഉമ്മൻചാണ്ടി അട്ടിമറിച്ചാൽ പിണറായി വിജയൻ നേരിട്ടത് സംസാരിച്ചു, മാണിയോട് സംസാരിച്ചു. മാണി തയ്യാറല്ലായിരുന്നു ആദ്യം, പിന്നീട് സമ്മതിച്ചു. പക്ഷേ അത് പൊളിച്ചത് ജോസ് കെ മാണിയാണ് എന്നൊക്കെ കഥകൾ പോവുകയാണ്. പക്ഷേ യഥാർത്ഥ ഡീൽ TP ചന്ദ്രശേഖരൻ്റെ ചോരയായിരുന്നു എന്നത് ആരും പറയുന്നില്ല. എന്ത് തോന്നുന്നു രാമേന്ദ്രൻ സാർ? അത് അങ്ങയുടെ സഹപ്രവർത്തനായിരുന്നു ജോൺ മുണ്ടക്കയം മനോരമയിൽ. ജോൺ മുണ്ടക്കയുമായിട്ട് ഞാൻ ധാരാളം വർഷങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട്, കൊച്ചിയിലും തിരുവനന്തപുരത്തും. ഈ ജോൺ മുണ്ടക്കയം സത്യത്തിൽ ഒരു ശുദ്ധാത്മാവായ ആളാണ്. ഈ ബ്രിട്ടാസിൻ്റെ അത്ര കളിക്കാരനല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭാഷണം, അതായത് ബ്രിട്ടാസ് വിളിച്ചു. അതായത് ഈ ജോൺ മുണ്ടക്കയം ഇത് എഴുതിയിരിക്കുന്നത് മലയാളം വാരികയിലാണ്. അദ്ദേഹം സോളാർ കേസിനെ പറ്റി ഒരു പരമ്പര എഴുതുന്നു. 2ാമത്തെ അധ്യായത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രിട്ടാസ് വിളിച്ചിട്ടാണ് ഒരിടന്നില്ല താൻ നിന്നത് എന്നാണ് ജോൺ മുണ്ടക്കയം പറയുന്നത്. കാരണം ബ്രിട്ടാസ് CPMൻ്റെ ഭാഗത്ത് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു. ഇപ്പുറത്ത് ജോൺ മുണ്ടക്കയം UDFൻ്റെ കാര്യങ്ങൾ നിർവഹിക്കാൻ. അതെ, അപ്പോൾ അതിനുവേണ്ടി നിൽക്കുന്നു. അപ്പോൾ നമുക്കിതൊന്നും പരിഹരിക്കണ്ടേ എന്ന് ചോദിച്ചിട്ട് ജോൺ മുണ്ടക്കയത്തിന് ബ്രിട്ടാസ് വിളിക്കുന്നു. ഇതാണ് മുണ്ടക്കയം എഴുതിയിരിക്കുന്നത്. ഇത് ശരിക്കും ആലോചിച്ചിട്ട് പറയുന്നതാണോ? അതെ, പാർട്ടി പറഞ്ഞിട്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മുണ്ടക്കയം തിരുവഞ്ചൂരിനെ വിളിക്കുന്നു ആഭ്യന്തരം. അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടിയെ വിളിക്കുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നു കുഞ്ഞാലിക്കുട്ടിയും കൂടി ഒന്ന് വിളിച്ചേക്ക് എന്ന് പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിയെ മുണ്ടക്കയം വിളിക്കുന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് വിസമ്മതമൊന്നുമില്ല. അപ്പോൾ അത് വീണ്ടും ഉമ്മൻചാണ്ടിക്ക് കൺവേ ചെയ്യുന്നു. എന്നിട്ട് അവസാനം പ്രേമേന്ദ്രനെ ചർച്ചയ്ക്ക് വിടുന്നു. പ്രേമേന്ദ്രൻ ഇതുവരെ പ്രേമേന്ദ്രൻ അത് തന്നെ പ്രേമേന്ദ്രന് ആയിട്ട് ചർച്ചയ്ക്ക് അവസാന ഘട്ടത്തിൽ പ്രേമേന്ദ്രനാണ് നിൽക്കുന്നത്. പ്രേമേന്ദ്രൻ ഇതിലൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ UDFിലാണല്ലോ. അദ്ദേഹം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണത വരുമായിരിക്കും. ചിലപ്പോൾ വരാതിരിക്കുകയും ചെയ്യും. കാരണം എന്തിനാണ് ഈ മുണ്ടക്കയം പറഞ്ഞതിൽ ബ്രിട്ടാസ് കയറി പിടിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ബ്രിട്ടാസ് എന്തായാലും പിണറായി വിജയനുമായിട്ട് വലിയ അടുപ്പമുള്ള ഒരാളാണ്. ആ അടുപ്പത്തിന് ഇതുവരെ ഭംഗം വന്നതായിട്ടൊന്നും എനിക്കറിയില്ല.
ഈ പ്രതികരിച്ചില്ലെങ്കിലും പാർട്ടിയിൽ അദ്ദേഹത്തിന് എന്താണ് കുഴപ്പമുണ്ടാവുക എന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം മുണ്ടക്കയത്തിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. മറ്റേ ബ്രിട്ടാസ് പറയുന്നത് ഇതിൽ 50% ശരിയാണ്. പക്ഷേ മുണ്ടക്കയത്തിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല. ബാക്കിയില്ലേ, തിരുവഞ്ചൂർ മുതലുള്ള കഥയില്ലേ, തിരുവഞ്ചൂർ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു, എന്നിട്ട് ബ്രിട്ടാസിനോട് സംസാരിക്കണം എന്ന് പറയുന്നു. ചെറിയാൻ ഫിലിപ്പ് അപ്പോൾ കൈരളിയുടെ ഓഫീസിൽ തന്നെ ഒരു ക്യാബിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഞാൻ ആ ഓഫീസിലൊക്കെ പോയിട്ടുണ്ട് കൈരളിയുടെ. അപ്പോൾ ചെറിയാൻ ഫിലിപ്പ് ആ ഫോണുമായിട്ട് ബ്രിട്ടാസിൻ്റെ ക്യാബിനിലേക്ക് വന്നിട്ട് ഇതേ തിരുവഞ്ചൂർ വിളിക്കുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അവിടെ മുതലുള്ള കഥയിൽ രണ്ടുപേരും പറയുന്നത് ശരിയാണ്. ഞാൻ സാറ് പറഞ്ഞൊരു കാര്യം പറയട്ടെ. എന്തിന് ജോൺ മുണ്ടക്കയം എഴുതിയ ഒരു ലേഖനത്തെക്കുറിച്ച് ബ്രിട്ടാസ് പ്രതികരിക്കുന്നു? ഉത്തരം വളരെ സിമ്പിളാണ് സാർ. അത് ഈ രാഷ്ട്രീയമൊന്നുമല്ല. നോക്കൂ, ഇവർ രണ്ടും സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണല്ലോ ഇവർ തമ്മിൽ ആദ്യമേ തന്നെ ഇത് പരിഹരിക്കട്ടെ എന്ന തരത്തിൽ സംസാരിച്ചു തുടങ്ങിയത്. രണ്ടുപേരും നല്ല മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ നല്ല സൗഹൃദമുണ്ട്. രണ്ടാമത് മനോരമ വിട്ടു ജോൺ മുണ്ടക്കയം. ഇപ്പോൾ അദ്ദേഹം മനോരമയിൽ റിട്ടയർമെൻറ്റിന് ശേഷം മലയാളം വാരികയിൽ ആത്മകഥ എഴുതുന്നു. മലയാളം വാരിക എത്ര കോപ്പി അച്ചടിക്കുന്നുണ്ട്? കഷ്ടിച്ച് 2000 കോപ്പി. അതിലൊരു ലേഖനം എഴുതിയാൽ കേരളത്തിൽ ആരും വായിക്കില്ല. അദ്ദേഹം ഒരു ലേഖനം എഴുതി, ആ ലേഖനം കേരളത്തിൽ മുഴുവൻ ചർച്ചയാണ്. ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനം മലയാളം വാരികയിൽ വന്നാൽ ആരും കേൾക്കാത്ത ചർച്ചയാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതികരണം ഇപ്പുറത്ത് നടത്തി. അപ്പോൾ മലയാളം വാരികയ്ക്ക് ഹൈപ്പായി, ജോൺ മുണ്ടക്കയത്തിൻ്റെ ലേഖനത്തിന് ഹൈപ്പായി, അത് വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റി. പക്ഷേ ഇതിൽ ബ്രിട്ടാസ് ഇതിൻ്റെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട്. സാധാരണ റിട്ടയർ ചെയ്യുന്ന പത്രപ്രവർത്തകർക്ക് ഒരു പുസ്തകമൊക്കെ വന്നാൽ നന്നായിട്ട് വിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് മുണ്ടക്കയം ഇങ്ങനെ പറഞ്ഞതായിരിക്കും ബ്രിട്ടാസ്. വാരികയിൽ വന്ന് ഇനി പുസ്തകമാക്കും, ആ പുസ്തകത്തിന് ചൂടപ്പം പോലെ വിറ്റുപോകും. അപ്പോൾ ഇതിന് ബ്രിട്ടാസ് ഒരു സഹായം, ഒരു കൈ സഹായം. ഇപ്പൊ സണ്ണിക്കുട്ടി അബ്രഹാം ഉമ്മൻചാണ്ടിയെ പറ്റി എഴുതിയിട്ട് ഒരു പുസ്തകം നന്നായിട്ട് വിറ്റുപോയല്ലോ. പുസ്തകം ഒരുപാട് ചീത്തയും കേട്ടു, പബ്ലിസിറ്റിയായി, വലിയ എല്ലാ ചാനലുകളും ചർച്ചയായില്ലേ. ആ വിവാദമുണ്ടാക്കിയ പുസ്തകം ഇനി പുസ്തകമായി വരുമ്പോൾ വലിയ വിൽപ്പന നടക്കും. അപ്പോൾ വെറുതെ ഇപ്പോൾ ഇത്തരം ഒരു വിവാദത്തിന് ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലില്ല. ഇല്ലാതിരിക്കെ വളരെ എന്തെങ്കിലും കവർ ചെയ്യാനുള്ള വിവാദവുമല്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനം ഇതല്ലാതെ ഒന്നും കാണുന്നില്ല. എൻ്റെ നിരീക്ഷണത്തിൽ നമ്മളൊക്കെ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഇവരൊക്കെ ചെയ്യുന്ന അതേ വഴിയിൽ പിന്നാലെ സഞ്ചരിക്കുന്നവരാണ്. നമ്മൾ നോക്കുമ്പോൾ വളരെ ഈ ലേഖനം ഒരു രാഷ്ട്രീയ ചർച്ചയാക്കാൻ ആരോ തീരുമാനിച്ച് അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ഇടപെടലുകളാണ്. അല്ലാതെ ഇതിൽ നിന്ന് ആരെയും ബാധിക്കാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് ഒരു സത്യവും അനർത്ഥം ചെയ്യപ്പെടാൻ പോകുന്നില്ല. ആരെയെങ്കിലും ശിക്ഷിക്കാനോ രക്ഷിക്കാനോ കഴിയില്ല. കഴിഞ്ഞു പോയൊരു കഥ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിക്കെതിരെ കെട്ടിച്ചമച്ചതാണ് എന്ന് പറയുന്ന തരത്തിലൊരു വിവാദമായിരുന്നെങ്കിൽ ശരിയാണ്. ഇതിൽ വേറൊരു വശമുണ്ട്. ഈ മുണ്ടക്കയത്തിനൊക്കെ മുമ്പ് ബ്രിട്ടാസും പിൽക്കാലത്ത് ആത്മകഥ എഴുതുമായിരിക്കും. പക്ഷെ ഇതിനൊക്കെ മുമ്പ് ഈ എ ഹേമചന്ദ്രനും നമ്മുടെ DGP അദ്ദേഹത്തിൻ്റെ സർവീസ് സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ആ സർവീസ് സ്റ്റോറിയിൽ ഈ ഭാഗം ഒന്ന് ഉഴപ്പിയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അതെ, എനിക്കും ചെറിയ പരിചയമൊക്കെ ഉണ്ട്. അതെ, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. നേരിട്ട് കാണുമ്പോഴൊക്കെ നന്നായിട്ടൊക്കെ പെരുമാറുന്ന ആളാണ് അദ്ദേഹം. ഈ ഭാഗം അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എന്തെങ്കിലും ഒരു അജണ്ട ഈ സോളാർ വിഷയത്തിൽ ഉണ്ടായിരുന്നോ എന്നൊരു സംശയം അന്ന് നിലനിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ജുഡീഷ്യൽ അന്വേഷണം ഈ തീരുമാനിക്കുന്നത് തിരുവഞ്ചൂരും ചെറിയാൻ ഫിലിപ്പും ബ്രിട്ടാസും ഒക്കെ കൂടി തീരുമാനിക്കുന്നത് പിണറായി വിജയനോട് ആലോചിച്ചിട്ടോ കോടിയേരിയോട് ആലോചിച്ചിട്ടോ ഒക്കെ ഈ എങ്ങനെയെങ്കിലും ഇത് നിർത്തണം, എന്തോ ഒരു ഒത്തുതീർപ്പ് സാധനം വന്നു. നിങ്ങളൊരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ മതി, ഞങ്ങൾ പിൻവലിച്ചോളാമെന്ന് CPM പറയുന്നു. അപ്പോൾ മുണ്ടക്കയം എഴുതുമ്പോൾ മുണ്ടക്കയം പറഞ്ഞിട്ടുണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഇനി പുതുതായിട്ട് പറയേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ഒന്നും കൂടി പറഞ്ഞാൽ മതി എന്ന് ബ്രിട്ടാസ് പറയുക. എന്നിട്ട് ഈ ചർച്ചയ്ക്കൊക്കെ ശേഷം മറ്റേ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ കാര്യം പറയുന്നു, പിൻവലിക്കുന്നു എന്നാണ്. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ വിഷയങ്ങൾ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓഫീസും കൂടി വന്നു. ആ ഓഫീസിനെ കൊണ്ടുവന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിക്കിട്ട് പണിതതാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൊരു ചെറിയ സംശയം എനിക്കുണ്ട്. തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രിയായിരുന്നു.
ആഭ്യന്തരമന്ത്രി മാത്രം വിചാരിച്ചാൽ സാധ്യത കുറവാണ്. ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ അറിവില്ലാതെ മനസ്സില്ലാതെ ആ ടേംസ് ഓഫ് കണ്ടീഷൻസ് റെഫറൻസ് വരത്തില്ല, സാധ്യത കുറവാണ്. മാത്രമല്ല ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്ക് അദ്ദേഹം നിരപരാധിയാണ് എന്നൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് എന്റെ ഓഫീസും അന്വേഷിച്ചോട്ടെ, ഉമ്മൻചാണ്ടി അങ്ങനത്തെ ഒരാളാണ്, എന്റെ ഓഫീസും അന്വേഷണ പരിധിയിൽ വരട്ടെ എന്ന് ധീരമായി പറയാനുള്ള ആർജവവും തൻ്റെ ഇടവും ആത്മവിശ്വാസമുള്ള നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിക്കിട്ട് പണിതു എന്നുള്ള തിയറി ഉമ്മൻചാണ്ടിയെയും തിരുവഞ്ചൂരിനെയും അറിയാവുന്ന ആളുകൾക്ക് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ്. ജോൺ പറയുന്നത് എന്താണെന്നറിയോ? ജോൺ ഈ ലേഖനം എഴുതിയത് തന്നെ ഉമ്മൻചാണ്ടിയെ ചില ആളുകൾ ആവശ്യമില്ലാതെ സംശയിക്കുന്നു, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയതെന്ന് ജോൺ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ നോക്കുന്നത് ഇപ്പം ഈ CPM അല്ലെ LDF ഇത് പറയാം. പക്ഷെ വേറെ തമാശ 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ 2-ാം ദിവസം ഈ സെക്രട്ടേറിയറ്റ് വളഞ്ഞുകൊണ്ടുള്ള രാപ്പകൽ ഈ സോളാർ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആണോ ആ സമയത്ത്, സംസ്ഥാന നേതാവായ പ്രധാന നേതാവായ സംസ്ഥാന സെക്രട്ടറി ആണോ എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പ് പോരാ. എനിവേ CPI നേതാവായ കാനം എത്തുന്നു. പാളയത്ത് എത്തുമ്പോഴാണ് കാനം അറിയുന്നത് സമരം പിൻവലിച്ചു. അതായത് ഇടതുപക്ഷ മുന്നണിയിൽ ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല എന്ന് മാത്രമല്ല, ഐസക് അറിയുന്നില്ല. പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെ പിണറായി വിജയനെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ ഐസക് അറിയുന്നില്ല. CPIയുടെ ഘടകകക്ഷിയുടെ പ്രധാനപ്പെട്ട നേതാവായ കാനം അറിയുന്നില്ല. അപ്പോൾ ആരാണ് സമരം പിൻവലിച്ചത്? ഏതോ 1-2 വ്യക്തികളാണ് സമരം പിൻവലിച്ചത്. വ്യക്തികൾ സമരം പിൻവലിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിനെ കൂടെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരുന്നു എന്നുള്ള ഒരു തീർപ്പിൻ്റെ ഭാഗമായിട്ടാവണമെന്നില്ല. ഒരു വലിയ ഡീല് നടന്നിട്ടുണ്ട്. താഴോട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ 2-3 ആളുകൾ മാത്രം അറിയുന്ന ഒരു ഡീൽ. നിങ്ങളുടെ ഈ സമരം, ഞങ്ങളുടെ സമരം തുടർന്നാൽ നിങ്ങളുടെ സർക്കാരിന് ബുദ്ധിമുട്ടാണ്. ഈ സമരം ഞങ്ങൾ പിൻവലിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കാര്യം വേണം, അത് TP ചന്ദ്രശേഖരൻ വധക്കേസിന്റെ അന്വേഷണം P മോഹനന് അപ്പുറത്തേക്ക് പോകരുത് എന്നുള്ള ഡീലായിരുന്നു. അങ്ങനെ ഒരു ഡീലേ ഉണ്ടാകാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രിട്ടാസ് ഇന്ന് പറയുന്നത് എന്താ അറിയാമോ? ഞങ്ങളുടെ പാർട്ടി ഭയങ്കരമായിട്ട് വിജയിച്ചു. പുള്ളി ഡീലായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, കള്ളമാണ്. അതായത് ഡീലായിട്ട് പറയുന്നത് എന്താ അറിയാമോ? മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു, അത് ഞങ്ങൾ നേടി, അതുകൊണ്ടാണ് ഞങ്ങൾ പിൻവലിച്ചതെന്നാണ് ബ്രിട്ടാസ് പറയുന്നത്. ഇത് എവിടെയെങ്കിലും കച്ചവടം നടക്കുമോ? ഇല്ല, ഒരു കച്ചവടം നടക്കില്ല. ഒരു സമരം, ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഉണ്ടാക്കുമ്പോൾ 2 കൂട്ടർക്കും ബെനിഫിറ്റ് ഉണ്ടാവും. CPMന്റെ സൈഡിൽ, CPMന്റെ ഞാൻ പറയാണ്, CPMന്റെ പോലും പറയാൻ പറ്റില്ല, CPMന് വേണ്ടി നെഗോഷിയേറ്റ് ചെയ്ത ചിലരുടെ സൈഡിൽ അവർക്ക് വെയിറ്റേജ് കിട്ടുന്ന എന്ത് തീരുമാനമാണ്? പിണറായി കോടിയേരി പ്രധാനമായിട്ടും അവർക്ക് വേണ്ടി നിൽക്കുകയാണ് ബ്രിട്ടാസ്. അതിന്റെ അകത്ത് ഇടയ്ക്ക് പിന്നെ 1-2 മലബാറുകാർ കാണും, കുഞ്ഞനന്തനോ മോഹനോ. സംസ്ഥാന നേതാക്കളല്ല, അവര് ഹയർ അപ്സിനെ ഫോൺ ചെയ്തിട്ടുണ്ട് കുഞ്ഞനന്തൻ. ഉറപ്പായും. അതല്ലാതെ ഇപ്പൊ പറയുന്ന ഇതൊരു വിവാദമുണ്ടാക്കി ഒരു ലേഖനത്തിന്, വരാൻ പോകുന്ന ഒരു പുസ്തകത്തിന് പബ്ലിസിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു ലക്ഷ്യമുണ്ട്. ഒപ്പം തന്നെ അതിന്റെ ഡീൽ എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നതാണെന്നുള്ള അവിശ്വസനീയമായ വിശ്വസിക്കാൻ. അതെ. അപ്പോൾ ഇതിനകത്ത് വീണ്ടും ഈ വിവാദം തലപൊക്കി വരുമ്പോൾ ഓർക്കണം, ഈ TP ചന്ദ്രശേഖരൻ കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് സംസ്ഥാനത്തെ മികച്ച ആഭ്യന്തരമന്ത്രിമാരിൽ ഒരാളായിരുന്നു എന്ന് പോലീസുകാർ തന്നെ പറയുന്ന തിരുവഞ്ചൂരിന്റെ കസേര തെറിച്ചു. അതെ, ഇതിന് തൊട്ട് പിന്നാലെ തെറിച്ചു. അതും ഇതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ്. അപ്പോൾ തിരുവഞ്ചൂരിന് വേണ്ടി ഈ ഒരു ചട്ടുകമാവുകയായിരുന്നു ജോൺ എന്ന് ബ്രിട്ടാസ് പറയുന്നുണ്ട്. പക്ഷെ മാത്രമല്ല, ഇപ്പോൾ TP ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ ശിക്ഷ ഇളവ് തേടി ഹൈക്കോടതി വന്നപ്പോൾ അവരുടെ എൻഹാൻസ് ചെയ്തു. ശിക്ഷ കൂട്ടി 2 പേരെ ഉൾപ്പെടുത്തി ഹൈക്കോടതി, അവരെ ജയിലിലേക്ക് അയച്ചു. അതുമായി ആ സമയത്ത് ഇങ്ങനൊരു വിവാദം ഉയർന്നു വന്നതാണ്. ഇത് CPM ഇടപെട്ട് കോൺഗ്രസുമായി ഒരു ഡീലുണ്ടാക്കി തിരുവഞ്ചൂരിനെ മാറ്റി ഈ കേസ് ഒത്തുതീർത്തു. മോഹനന് അപ്പുറത്തേക്ക് അന്വേഷണം പോകരുത് എന്ന് ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില ചാനലുകാർ തിരുവഞ്ചൂരിനെ കണ്ടിരുന്നു. തിരുവഞ്ചൂർ പറയുന്നത്, ഞാൻ അതേക്കുറിച്ച് പറയില്ല, അത് എന്നോടൊപ്പം അത് അവസാനിക്കട്ടെ, ആ അധ്യായം എന്നോടൊപ്പം അവസാനിക്കട്ടെ എന്നാണ്. ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സോളാർ സമരം വെറുതെ അല്ല തീർന്നത്. മാത്രമല്ല ഈ സംഭവത്തിൽ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കണ്ടേ? കാരണം കുഞ്ഞാലിക്കുട്ടിയും കൂടി അതിൻ്റെ അകത്ത് ഇടനില നിന്നിരിക്കാൻ സാധ്യതയില്ലേ? ഉണ്ടാവും. കാരണം നോക്കൂ,
സാറിന് അറിയാലോ, മാറാട് കൂട്ടക്കൊല. കാരണം ഞാൻ മനസ്സിലാക്കിയത് ഈ പി മോഹനനിൽ ഇത് നിൽക്കണം എന്നുള്ള കാര്യത്തിൽ അവിടുന്ന് ലീഗിന്റെ ഭാഗത്തു നിന്ന് പോലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുകൂടി ഞാൻ പറയാം. മാറാട് കൂട്ടക്കൊല സ്വാഭാവികമായും ലീഗിലേക്ക് അന്വേഷണം ചെന്നതാണ്. ആ അന്വേഷണം അവിടെ ബ്രേക്ക് ഇട്ട പോലെ നിന്നു. പിന്നീട് എന്ത് ചെയ്തു? CBI അന്വേഷണം ആരംഭിച്ചു. എവിടെ എത്തി CBIയുടെ അന്വേഷണം? മാറാട് കൂട്ടക്കൊല കേസിലെ CBI അന്വേഷണം ഇന്ന് എവിടെയാണ്? അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്? ആർക്കും അറിയില്ല. അപ്പോൾ ഒരുപക്ഷെ കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ശീലമുണ്ട്. ഡീലുകളും നെഗോഷിയേഷൻസും ഒത്തുതീർപ്പുകളും. കാരണം ഇപ്പോൾ മാറാട് കൂട്ടക്കൊല നടന്നിട്ട് എത്രയോ വർഷങ്ങളായി. ഇപ്പോൾ കേന്ദ്രം പിന്നെയും ഭരിക്കുന്നത് BJP സർക്കാരാണ്. എന്നിട്ടും ആ CBI അന്വേഷണം എവിടെ പോയി ആർക്കും അറിയില്ല. അവിടെ കുറച്ചുകൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്താൽ കുഞ്ഞാലിക്കുട്ടിയും CPM നേതൃത്വവുമായിട്ട് എക്കാലത്തും വളരെ ഗാഢമായ ബന്ധമാണ്. അപ്പോൾ അദ്ദേഹം UDFൽ രണ്ടാം പാർട്ടിയായിട്ട് നിൽക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് ഇങ്ങനൊരു സംഗതി ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. അവർ തമ്മിൽ ലൈല മജ്നു ബന്ധമാണ്. ആര് ലൈല ആര് മജ്നു എന്നുള്ള തർക്കമുള്ളൂ. അതെ. അല്ലാതെ ഇതിൻ്റെ അകത്തേക്ക് ഈ മാണിയെ കെട്ടുക, മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ നോക്കി, അത്തരം കഥകളൊക്കെ ഞാനും അക്കാലത്ത് ഒരുപാട് കേട്ടിട്ടുണ്ട്. പലതവണ മാണിയെ മുഖ്യമന്ത്രിയാക്കാം എന്നുള്ള സൊല്യൂഷൻ തൽക്കാലത്തേക്കാക്കുക, പിന്നീട് അട്ടിമറിക്കുക. അതായത് ജോൺ മുണ്ടക്കയത്തിൻ്റെയും ബ്രിട്ടാസിൻ്റെയും ഒരു സംഭാവന ഇന്ന് ഈ ഡീലിൻ്റെ പിന്നാലെ ചന്ദ്രശേഖരൻ വധം അല്ലേ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, അതാണ് സംഭാവന. അത് പറഞ്ഞ് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.